അസാധാരണ രീതിയിലുള്ള പൈസ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. നമ്മളുടെ ഉത്തരവാദിത്ത സ്ഥാനത്ത് നിൽക്കുന്നവർ തുറന്നു കൊടുത്താലും നമുക്കിട്ട് ഉപദ്രവം വരാം. ഒരു വീട്ടിൽ ഒരു ഭർത്താവ് കുടുംബനാഥൻ ഭയങ്കര മദ്യപാനിയാന്ന് വിചാരിക്കുക. കുറെ ആലമ്പ് കൂട്ടുകാരുമുണ്ട്. എന്നും രാത്രി വൈകുന്നേരം പോയി കുടി ആലമ്പ്. ഒരു ദിവസം രാത്രിയിൽ അങ്ങേര് കുടിച്ച് കൂട്ടുകാരെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ വന്ന് കയറിയാന്ന് വിചാരിച്ചു. അലമ്പ് കൂട്ടുകാരെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ വന്ന് കയറിയിട്ട് അവിടെ പ്രധാന മുറിയിൽ അവിടെ വന്നിരുന്ന് ചീട്ടുകളി, കള്ളുകൂടി പരിപാടി. അലമ്പ് കുറേ എണ്ണം, ഒരു 7-8 പേരിരുന്ന പരിപാടിയാണ്. ഭാര്യയും മക്കളും എല്ലാം വിഷമിച്ച് പേടിച്ച് അപ്പുറത്തെ മുറിയിൽ പോയി അങ്ങനെ മാറിയിരിക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് അവർ മുറിക്കത്തൊരിക്കുക. എന്താ കാണിക്കുന്നത് പപ്പ, എന്നതാ ചെയ്യുന്നേ, എന്താന്ന് അവരെല്ലാം വിഷമിച്ചിരിക്കുക. രാത്രി അങ്ങ് ഏറെയായി. പാതിരയൊക്കെ ആയപ്പോൾ പിന്നെ ഭാര്യയും പിള്ളേരൊക്കെ അപ്പുറത്ത് കിടന്ന് ഉറങ്ങി. കുടി അലം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുടുംബനാഥൻ കുടിച്ച് പൂസായിട്ട് അവിടെ ഉരുണ്ട് മറിഞ്ഞ് വീണെന്ന് വിചാരിച്ചു. ബോധമില്ല, അവിടെ കിടക്കുകയാണ്. അപ്പോഴീ വീടിൻ്റെ അവസ്ഥ എന്തായി? അങ്ങേര് കൂട്ടിക്കൊണ്ട് വന്ന 5-6 എണ്ണം ഉണ്ട് ഇതിനകത്തിപ്പം. അവരെല്ലാം പൂസ് വിട്ട് നിൽക്കുകയാണ്. അവർ നോക്കിയപ്പോൾ ഉണ്ട് അപ്പുറത്തെ മുറിയിൽ ഇങ്ങേരുടെ ഭാര്യയുണ്ട്, പെൺപിള്ളേരുണ്ട്, കഥയൊക്കെ തുറന്ന് കിടക്കുന്നു. ഇങ്ങേരിവിടെ പൂസ് പിടിച്ച് കിടക്കുകയാണ്. വേണ്ടാത്ത ചിന്തകളായി ചെന്ന് അപ്പുറത്തെ മുറി ചെന്ന് കയറി എന്ത് ചെയ്താലും അതെല്ലാം ആ ഭാര്യയും പിള്ളേര് സഹിക്കേണ്ടി വരും. ഇവിടെ ഈ കുടുംബത്തിന് സംരക്ഷണം കൊടുക്കേണ്ട കുടുംബനാഥനാണ് തുറന്നിട്ട് കൊടുത്തത്. ഈ ഭാര്യയും പിള്ളേരും ഒരു വേണ്ടാത്തരത്തിനും പോയിട്ടില്ല, രാത്രി എങ്ങും പുറത്ത് പോയിട്ടില്ല. എന്നിട്ട് അവർ ഉപദ്രവിക്കപ്പെടുന്നു. ഇതാണ് നമ്മുടെ ഉത്തരവാദിത്ത സ്ഥാനത്തുള്ള വ്യക്തികൾ നമ്മുടെ കുടുംബത്തിലേക്ക് മുൻ തലമുറയിലുള്ളവരോ ഉത്തരവാദിത്ത സ്ഥാനത്തുള്ളവരോ ഒക്കെ തിന്മയ്ക്ക് വഴി തുറന്ന് അകത്ത് കയറ്റി വെച്ചാൽ, നമ്മളായിട്ട് തിന്മയൊന്നും ചെയ്യാൻ പോകുന്നില്ലെങ്കിൽ പോലും നമുക്കിട്ട് ഒരു തട്ടിക്കിട്ടാം. നമുക്ക് പാപമൊന്നുമില്ല, പക്ഷെ നമുക്ക് സഹനങ്ങളും ഞെരുക്കങ്ങളും ചിലപ്പോൾ തകർച്ചകളും വരാം.